ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് പരോൾ വാരിക്കോരി സംസ്ഥാന സർക്കാർ കൊടുത്തുവെന്ന പരാതി. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ ഇതുവരെയുള്ള കണക്കുകൾ പുറത്തുവന്നു. കൊടിസുനിക്ക് പരോൾ ലഭിച്ചത് 60 ദിവസം. കെ.സി. രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, അണ്ണൻ സജിത്ത എന്നിവർക്ക് 1000 ദിവസത്തിലധികം പരോൾ കിട്ടി. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ഈ മറുപടി നൽകിയത്. എം.ജി. പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിനായിരുന്നു ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് പരോൾ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കണക്ക് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കണക്ക് പ്രകാരം ഈ ടി.പി. കേസ് പ്രതികൾക്ക് വാരിക്കോരിയാണ് സർക്കാർ പരോൾ നൽകിയിരിക്കുന്നത് എന്ന് കൃത്യമായി വ്യക്തമാകും. ഈ 4 പ്രതികൾ 1000-ലധികം ദിവസമാണ് പരോൾ നൽകിയിരിക്കുന്നത്. കെ.സി. രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, അണ്ണൻ സജിത്ത് എന്നീ പ്രതികൾക്കാണ് 1000 ദിവസത്തിന് മുകളിൽ പരോൾ നൽകിയത്. കെ.സി. രാമചന്ദ്രന് 1081 ദിവസമാണ് പരോൾ നൽകിയത്. ട്രൗസർ മനോജിന് 1068, അണ്ണൻ സജിത്തിന് 1078 ദിവസവും സർക്കാർ പരോൾ നൽകിയെന്ന സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക രേഖ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനു പുറമെ 6 പ്രതികൾക്ക് 500 ദിവസത്തിലധികമാണ് പരോൾ ലഭിച്ചത്. അത് ടി.കെ. രാജേഷിന് 940 ദിവസവും, മുഹമ്മദ് ഷാഫിക്ക് 656 ദിവസവും, ഷിനോജിന് 925 ദിവസവും പരോൾ ലഭിച്ചു. ഇതിനു പുറമെ റഫീഖിന് 782 ദിവസവും, നിർമാണി മനോജിന് 851 ദിവസവും, MC അനൂപിന് 900 ദിവസവും പരോൾ ലഭിച്ചതായി സർക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രധാന പ്രതിയായ കൊടിസുനിക്ക് 60 ദിവസം പരോൾ നൽകിയെന്നതാണ് സർക്കാരും നിയമസഭയെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. വലിയ വിമർശനമാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നത്. ഈ ടി.പി. കേസിലെ ചില പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ഒരു നീക്കം ഘട്ടത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് നിയമസഭയിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിന് ഇടവച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ടി.പി. കേസ് പ്രതികൾക്ക് വാരിക്കോരി പരോൾ നൽകിയതിന്റെ രേഖകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്.